നമസ്കാരം. 2024 എന്ന പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഏവരും. തൃക്കേട്ട നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട പുതുവർഷ ഫലമാണ് ഇത്. സമ്പൂർണ്ണ ഫലമാണ് എന്ന് തന്നെ പറയാം. 2024 എന്ന ഈ പുതുവർഷത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. തൃക്കേട്ട നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അതേപോലെ തന്നെ ഈ സൗഭാഗ്യങ്ങൾ തട്ടിക്കളയാതെ വളരെയധികം ശ്രദ്ധാപൂർവം അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് 2024 എന്ന പുതുവർഷത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു വർഷം തന്നെയായി മാറും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്ന, നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമായി തൃക്കേട്ട നക്ഷത്രക്കാർക്ക് 2024 മാറും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. അതേപോലെ തന്നെ ഇവർ ആഗ്രഹിക്കുന്ന ചില സവിശേഷമായ കാര്യങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് വീട്, അതേപോലെ വസ്തു, വാഹനം എന്നിവ ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് പുതുവർഷം. അതിനാൽ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയത്തിൽ കലാശിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. അതിനാൽ ഇവർ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുമ്പോൾ ലോണുമായ കാര്യങ്ങൾ പോലും, അതായത് ലോൺ പോലും ലഭിക്കാനുള്ള സാധ്യത, തടസ്സങ്ങൾ കൂടാതെ ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതേപോലെ തന്നെ ഈശ്വരാധീനം ഈ സമയം വളരെയധികം വർദ്ധിക്കുന്നതിനാൽ ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാം തന്നെ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ ഇവർക്ക് സാധിക്കും. അതിനാൽ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച്, കുടുംബദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യുക. പ്രയത്നം കൂടിയുണ്ട് എങ്കിൽ, അതായത് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വളരെയധികം പ്രയത്നിക്കുക കൂടി ചെയ്താൽ നിങ്ങൾക്ക് നടക്കാത്തതായി ഒന്നുമില്ല എന്ന കാര്യവും അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. അതിനാൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാകുന്നു. കാര്യം നടക്കുവാൻ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ കാര്യസിദ്ധി പൂജ, അതായത് തടസ്സങ്ങൾ കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ദേവീക്ഷേത്രത്തിൽ കാര്യസിദ്ധി പൂജ നടത്തുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. കാര്യസിദ്ധി മന്ത്രാർച്ചന, നെയ്വിളക്ക്, രക്തപുഷ്പാഞ്ജലി, കടുംപായസം തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. മറ്റൊരു കാര്യം നിങ്ങൾ നോക്കേണ്ടത് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടാകുന്നു. വിദ്യാർത്ഥികൾക്ക് പ്രധാനമായും വിദ്യയിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. കഠിനാധ്വാനത്താൽ പ്രയാസങ്ങൾ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ വിദ്യയിൽ തീർച്ചയായും നിങ്ങൾ ഉയർച്ച നേടേണ്ട ഒരു സമയം തന്നെയാകുന്നു. എന്നാൽ പലവിധ തടസ്സങ്ങൾ, പലവിധ പ്രയാസങ്ങൾ വന്നു ചേരും. അതിനാൽ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. നിത്യവും ഗായത്രി മന്ത്രം ജപിക്കുവാൻ മറക്കാതിരിക്കുക. അതിരാവിലെ തന്നെ ജപിക്കണം എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. 108 തവണയെങ്കിലും ജപിക്കുവാൻ ശ്രമിക്കുക. അതല്ല എങ്കിൽ 11 തവണ ജപിക്കുക. കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ആഗ്രഹിക്കുന്ന തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. എന്നാൽ അത്തരം കാര്യങ്ങൾക്കായുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാകുന്നു. ഇത്തരം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയം കാണും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. അതിനാൽ ആഗ്രഹിക്കുന്ന തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി വളരെയധികം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഒപ്പമുള്ളവരെ കണ്ണടച്ച് നിങ്ങൾ വിശ്വസിക്കാൻ പാടുള്ളതല്ല. അതായത് അധികം വിശ്വസിക്കരുത് എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. അമിതമായി ഒരു വ്യക്തിയെ വിശ്വസിച്ച് ആശ്രയിച്ച് ഒരു കാര്യം ചെയ്യുകയാണ് എങ്കിൽ അത് നഷ്ടത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ദോഷകരമായി തീരുന്ന അവസ്ഥ വന്ന് ചേരാവുന്നതാകുന്നു. അതിനാൽ ആ കാര്യവും വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ട ഒന്ന് തന്നെയാകുന്നു. പലപ്പോഴും നിങ്ങൾക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ ആ സഹായം പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ ലഭിക്കണം എന്നില്ല. അത് അടുത്തുള്ള വ്യക്തിയിൽ നിന്നാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ ലഭിക്കാത്ത അവസ്ഥ വന്ന് ചേരുന്നതാകുന്നു. കുടുംബപരമായി വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കും. അതായത് കുടുംബത്തിൽ ഉണ്ടായിരുന്ന തർക്കങ്ങൾ, ഐക്യമില്ലായ്മ എന്നിവ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു വർഷമായി 2024 മാറും എന്ന കാര്യം
ഓർക്കേണ്ടതാകുന്നു. എന്നാൽ അനിഷ്ട സാധ്യതകൾ ഉള്ളത് അഗ്നി, വാഹനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകുന്നു. തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപകട സാധ്യത വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ ഈ സമയം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ദോഷം ചെയ്യും എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. ശ്രദ്ധിച്ചു തന്നെ വാഹനം കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു. മദ്യപിച്ച് ഒരു കാരണവശാലും വാഹനം കൈകാര്യം ചെയ്യരുത് എന്ന കാര്യവും ഓർത്തിരിക്കുക. ആരോഗ്യപരമായി നിങ്ങൾ ഉയർച്ച നേടും എങ്കിലും തീർച്ചയായും ഞാൻ ഈ പറയുന്ന വഴിപാടുകൾ നടത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ആയുർസൂക്ത അർച്ചന ദേവീക്ഷേത്രത്തിൽ നടത്തുക. നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസമോ ചൊവ്വ അല്ലെങ്കിൽ വെള്ളി ദിവസമോ ഇത്തരത്തിൽ ഈ വഴിപാട് നടത്താവുന്നതാകുന്നു. എല്ലാ മാസവും നടത്തുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യവും ഓർത്തിരിക്കുക. മറക്കാതിരിക്കുവാൻ എല്ലാ മാസവും മുൻകൂട്ടി ഷീട്ടാക്കി വയ്ക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. കൂടാതെ പരമശിവന് ധാരയും അതേപോലെ തന്നെ പിൻവിളക്കും നടത്തുന്നതും ഉത്തമം തന്നെയാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന തടസ്സങ്ങൾ പോലും ഒഴിവാക്കുവാൻ തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ ഈ ഒരു വഴിപാടും മുൻകൂട്ടി ഷീട്ടാക്കി വയ്ക്കുന്നതാണ് ഏറ്റവും ശുഭകരം. അവസാന നിമിഷം നഷ്ടം സംഭവിക്കുന്ന ചില അവസരങ്ങൾ അല്ലെങ്കിൽ അത്തരം ദുരവസ്ഥകൾ നിങ്ങൾക്ക് വന്നു ചേരാം. അതായത് നിങ്ങൾ വളരെയധികം പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ അവസാന സമയമാകുമ്പോൾ അത് നഷ്ടത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ തന്നെ ഏത് കാര്യം ചെയ്യുമ്പോഴും അത് ലാഭമാകുമോ എന്നും ഏതെല്ലാം തരത്തിൽ അപകട സാധ്യതകൾ നഷ്ടം സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് എന്ന തിരിച്ചറിവും നിങ്ങൾക്ക് വേണ്ടതാകുന്നു. ഈ കാര്യങ്ങൾ ഒഴിവാക്കുവാൻ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദിവസം കറുകാമാല ചാർത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. കൂടാതെ എല്ലാ മാസവും സാധിക്കുമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമം കൂടി നടത്തുക. ഈ വഴിപാട് തീർച്ചയായും നടത്തുന്നതാണ് ഏറ്റവും ശുഭകരം. കാരണം തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ വിവാഹം നടക്കണം എന്നില്ല. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ വന്നു ചേരാം. എന്നാൽ ചിങ്ങത്തിന് ശേഷം വിവാഹത്തിന് ഏറ്റവും അനുകൂലമായ സമയം ഇവർക്ക് വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ ഈ സമയം വിവാഹം നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. എന്നാൽ ഇത്തരം തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും സ്വയംവര പുഷ്പാഞ്ജലി നടത്തുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ മനസ്സിലാക്കുക. മൃഗങ്ങളുമായി ബന്ധപ്പെട്ടോ കിടങ്ങളുമായി ബന്ധപ്പെട്ടോ ആരോഗ്യ പ്രശ്നങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ഏത് കാര്യവും ആലോചിച്ച് തീരുമാനമെടുക്കുക. മറ്റുള്ളവരുടെ പ്രേരണയാൽ തീരുമാനങ്ങൾ ഒരിക്കലും കൈക്കൊള്ളുവാൻ പാടുള്ളതല്ല. പലരുടെയും മോഹന വാഗ്ദാനങ്ങൾ കേട്ട് നിങ്ങൾ ഒരിക്കലും അതിൽ വീണു പോകുവാൻ പാടുള്ളതല്ല. ശരിക്കും ചിന്തിക്കുക. അതിനുശേഷം മാത്രം തീരുമാനങ്ങൾ നിങ്ങൾ കൈക്കൊള്ളുക. സാമ്പത്തികപരമായ ഭദ്രത കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് 2024 എന്ന കാര്യവും ഓർക്കുക. രാഷ്ട്രീയപരമായി നിങ്ങൾക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ജനങ്ങൾക്കിടയിൽ കൂടുതൽ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കൈവരും. അതേപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. വിചാരിച്ച വഴിപാടുകൾ ചെയ്യുവാൻ ഒരിക്കലും കാലതാമസം പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് ദോഷമേ വരുത്തി വയ്ക്കൂ എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. ജീവിതശൈലി, അതായത് ജീവിതത്തിൽ അല്പം ഉയർച്ച, നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുക, അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള വർഷം കൂടിയാണ് 2024. ഇവർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഈ ദിവസങ്ങളിൽ തന്നെ, അതായത് പുതുവർഷത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ദർശനം നടത്തുവാൻ പരമാവധി ശ്രദ്ധിക്കുക. അതോടൊപ്പം ഭഗവാന് പാൽപായസ വഴിപാട് നടത്തുകയും അതേപോലെ തന്നെ 2 മാസത്തിൽ ഒരിക്കൽ ദർശനം നടത്തുന്നതും ഈ വഴിപാട് ചെയ്യുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു. തീർച്ചയായും ഈ കാര്യങ്ങൾ തൃക്കേട്ട നക്ഷത്രക്കാർ വളരെ ശ്രദ്ധയോടെ തന്നെ ചെയ്യേണ്ടതും അത് ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതുമാകുന്നു. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് 2024 ശുഭകരമായി തീരും. ഏവർക്കും ശുഭകരമായ പുതുവർഷം തന്നെ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.